എല്ലാവർക്കും ടെക് വിൻഡോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ വരുന്ന ട്രേസർ എക്സാമിന് ചോദിക്കാൻ ചാൻസുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം. The first question, the type of pile which is driven at an inclination to resist the inclined forces is known as inclined അല്ല horizontal force. The type of pile which is driven at an inclination to resist the lateral force or horizontal force is known as friction pile, batter pile, ഷീറ്റ് പൈൽ ആൻഡ് ആങ്കർ പൈൽ. ബാറ്റർ പൈൽ എന്നാണ് പറയുന്നത്. ഈ ലാറ്ററൽ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻക്ലൈൻഡ് ആംഗിളിൽ വിത്ത് റെസ്പെക്ട് വെർട്ടിക്കൽ ഒരു ഇൻക്ലിനേഷനിൽ നമ്മൾ ഡ്രിവൻ ചെയ്യണ പൈലിനെ പറയുന്ന പേരാണ് ബാറ്റർ പൈൽ. അതിൻ്റെ വേറെ പേര് ബ്രേസ് പൈൽ അല്ലെങ്കിൽ സ്പർ പൈൽ. ബ്രേസ് പൈൽ, സ്പർ പൈൽ, അതേപോലെ ബാറ്റർ പൈൽ. ഇനി നമുക്ക് ഓപ്ഷൻസ് അതായത് ഫ്രിക്ഷൻ പൈൽ, ഷീറ്റ് പൈൽ, ആങ്കർ പൈൽ. എന്താണ് ഈ ഫ്രിക്ഷൻ പൈൽ എന്ന് പറയുന്നത്? അതായത് ഫ്രിക്ഷൻ ഉപയോഗിച്ചിട്ട് അഡ്ഹീഷൻ അല്ലെങ്കിൽ ഫ്രിക്ഷൻ വഴി, അതായത് നമ്മുടെ സോയിലിൻ്റെ സർഫസും അതുപോലെ തന്നെ പൈൽ സർഫസും അഡ്ജസൻറ്റ് സോയിലും തമ്മിലുള്ള ഫ്രിക്ഷൻ വഴി, ഫ്രിക്ഷൻ്റെ ആക്ഷൻ വഴി നമ്മൾ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന അതിനുവേണ്ടി ചെയ്യുന്ന പൈലാണ് ഫ്രിക്ഷൻ പൈൽ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ടൈപ്പ് ഓഫ് പൈൽ യൂട്ടിലൈസസ് ദ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഫോഴ്സ് ബിറ്റ്വീൻ ദ പൈൽ സർഫസ് ആൻഡ് അഡ്ജസൻറ്റ് സോയിൽ ടു ട്രാൻസ്ഫർ ദ സൂപ്പർ സ്ട്രക്ചർ ലോഡ്. അപ്പോൾ ഈ പൈൽ സർഫസ് അഡ്ജസൻറ്റ് സോയിൽ തമ്മിലുള്ള ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഫോഴ്സ് യൂട്ടിലൈസ് ചെയ്തിട്ട് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന പൈലിനെ പറയുന്ന പേരാണ് ഫ്രിക്ഷൻ പൈൽ എന്ന് പറയുന്നത്. ഇനി ആങ്കർ പൈൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെസിസ്റ്റ് ദ അപ്ലിഫ്റ്റ് ഓർ ഇൻക്ലൈൻഡ് ടെൻസൈൽ ഫോഴ്സസ് ഇൻ ദ സറൗണ്ടിങ് ഗ്രൗണ്ട്. സറൗണ്ടിങ് ഗ്രൗണ്ടിലുള്ള അപ്ലിഫ്റ്റ് ഓർ ഇൻക്ലൈൻഡ് ടെൻസൈൽ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള പൈലിനെ പറയുന്ന പേരാണ് ആങ്കർ പൈൽ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെസിസ്റ്റ് ദി അപ്ലിഫ്റ്റ് ഓർ ഇൻക്ലൈൻഡ് ടെൻസൈൽ ഫോഴ്സസ് ഇൻ ദി സറൗണ്ടിങ് ഗ്രൗണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ചെയിൻ സർവേയിങ് പെർപെൻഡിക്കുലർ ടു ദി ചെയിൻ ലൈൻസ് ആർ സെറ്റ് ഔട്ട് ബൈ. ചെയിൻ സർവേയിൽ പെർപെൻഡിക്കുലർ ടു ചെയിൻ ലൈൻസ് എങ്ങനെ സെറ്റ് ഔട്ട് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. തിയോഡലൈറ്റ്, പ്രിസ്മാറ്റിക് കോമ്പസ്, ഡംബി ലെവൽ, ഒപ്റ്റിക്കൽ സ്ക്വയർ. എന്ത് വെച്ചിട്ടാണ് പെർപെൻഡിക്കുലേഴ്സ് സെറ്റ് ഔട്ട് ചെയ്യുന്നത്? ഒപ്റ്റിക്കൽ സ്ക്വയർ ഉപയോഗിച്ചിട്ടാണ് പെർപെൻഡിക്കുലേഴ്സ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. കോമ്പസ് ഒക്കെ ഉപയോഗിക്കുന്നത് ആംഗിൾ മെഷർ ചെയ്യാനാണ്. അതേപോലെ തിയോഡലൈറ്റും ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ആംഗിൾസും ഡിസ്റ്റൻസ് ഒക്കെ മെഷർ ചെയ്യാൻ. ഡംബി ലെവൽ എന്ന് പറയുന്നത് ലെവൽ കണ്ടുപിടിക്കാനാണ്. അതിൽ ഒപ്റ്റിക്കൽ സ്ക്വയർ ആണ് പെർപെൻഡിക്കുലർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒപ്റ്റിക്കൽ സ്ക്വയറിൽ രണ്ട് തരം ഗ്ലാസ് ഉണ്ട്. ദേ ആർ പ്ലേസ്ഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രിയിലാണ് അത് രണ്ട് തമ്മിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഹൊറിസോൺ ഗ്ലാസും മറ്റൊന്ന് ഇൻഡെക്സ് ഗ്ലാസ്സുമാണ്. ഹൊറിസോൺ ഗ്ലാസ് എന്ന് പറയുന്നത് ഹാഫ് സിൽവേർഡും ഇൻഡെക്സ് ഗ്ലാസ് എന്ന് പറയുന്നത് ഫുള്ളി സിൽവേർഡാണ്. ഈ ഹൊറിസോൺ ഗ്ലാസ് ഈസ് പ്ലേസ്ഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 120 ഡിഗ്രി വിത്ത് ദ ഹൊറിസോൺ സൈറ്റ്. ഹൊറിസോൺ സൈറ്റായിട്ട് ഹൊറിസോൺ ഗ്ലാസ് 120 ഡിഗ്രി ആംഗിളിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇൻഡെക്സ് സൈറ്റുമായിട്ട് ഇൻഡെക്സ് ഗ്ലാസ് ഇറ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 105 ഡിഗ്രി. അപ്പോൾ ഹൊറിസോൺ സൈറ്റും ഹൊറിസോൺ ആംഗിളും പ്ലേസ് ചെയ്തിരിക്കുന്ന ആംഗിൾ 120 ഡിഗ്രി. അതേപോലെ ഇൻഡെക്സ് ഗ്ലാസ് ഇൻഡെക്സ് സൈറ്റുമായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് 105 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ റിഫ്ലക്ഷൻ ആക്ഷൻ വഴിയാണ് ഇത് ആംഗിൾ മെഷർ ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ടാക്യോമെട്രി ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഇൻ. ടാക്യോമെട്രി എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഇൻ ബ്രോക്കൺ ഗ്രൗണ്ട്സ് ഫോർ പോപ്പുലർ ഏരിയാസ് വെർ ചെയിനിങ് ഈസ് ഇമ്പോസിബിൾ ഫോർ എക്സ്ട്രീംലി ആക്യുറേറ്റ് സർവേ. എവിടെയാണ് ടാക്യോമെട്രി ഉപയോഗിക്കുന്നത്? ബ്രോക്കൺ ഗ്രൗണ്ട്സിലാണ് ടാക്യോമെട്രി ഉപയോഗിക്കുന്നത്. ടാക്യോമെട്രി എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് സർവേ ഇൻ വിച്ച് ദ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡിസ്റ്റൻസസ് ആർ ഡിറ്റർമൈൻഡ് ബൈ ദ ആംഗുലർ ഒബ്സർവേഷൻസ് വിത്ത് എ ടാക്യോമീറ്റർ. ഒരു ടാക്യോമീറ്റർ ഉപയോഗിച്ച് ആംഗുലർ ഒബ്സർവേഷൻ വഴി ഹൊറിസോണ്ടലും വെർട്ടിക്കൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതിന് മെത്തേഡിനെയാണ് നമ്മൾ ടാക്യോമെട്രി എന്ന് പറയുന്നത്. അതിനുപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ടാക്യോമീറ്റർ എന്ന് പറയുന്നത്. സോ ഇന്നത് അത്ര ആക്യുറേറ്റ് അല്ല, എന്നാലും മോർ എന്താ പറയുക, ബ്രോക്കൺ ഗ്രൗണ്ട്സിലൊക്കെ ഇത് പെട്ടെന്ന് TDS ആയിട്ട് നമുക്ക് റാപ്പിഡായിട്ട് നമുക്ക് വാല്യൂസ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഇൻ ബ്രോക്കൺ ഗ്രൗണ്ട്സ്. അതുപോലെ ഡീപ്പ് റവൈൻസും സ്ട്രെച്ചസ് ഓഫ് വാട്ടർ, സ്വാംസ് ആർ മെറ്റ് വിത്ത് സ്വാംസ്. അപ്പം അതിലൊക്കെ നമ്മൾ ടാക്യോമെട്രി നമുക്ക് കൂടുതൽ യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ എന്തിനാണ് ടാക്യോമെട്രി ഉപയോഗിക്കുന്നത്? പ്രിപ്പയറിങ് കോണ്ടൂർ പ്ലാൻസും അതേപോലെ ട്രാവേഴ്സിങ് കോണ്ടൂർ പ്ലാൻസ് പ്രിപ്പയർ ചെയ്യാൻ ആൻഡ് ട്രാവേഴ്സിങ് ആൻഡ് ഈസ് ഓൾസോ സ്യൂട്ടബിൾ ഫോർ ഹൈഡ്രോഗ്രാഫി സർവേസ്, ലൊക്കേഷൻ സർവേസ് ഓഫ് റോഡ്സ്, റെയിൽവേസ്. ഇതിലൊക്കെ നമ്മൾ ടാക്യോമെട്രി ഉപയോഗിക്കുന്നുണ്ട്. ഹൈഡ്രോഗ്രാഫി സർവേയിൽ, ലൊക്കേഷൻ സർവേസിൽ, അതുപോലെ കോണ്ടൂർ പ്ലാൻസ് ഉണ്ടാക്കാനൊക്കെ നമ്മൾ ടാക്യോമെട്രി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഇൻ ബ്രോക്കൺ ഗ്രൗണ്ട്സ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ കോണ്ടൂർ ലൈൻസ് ക്യാൻ ക്രോസ് one another
on map only in the case of vertical cliff, valley, ridge and overhanging cliff. ഏത് കേസിലാണ് രണ്ട് കോണ്ടർ ലൈൻസ് ക്രോസ് ചെയ്യുക? ഓൺലി ഇൻ ദ കേസ് ഓഫ് ഓവർഹാങ്ങിങ് ക്ലിഫിൻ്റെ കേസിൽ മാത്രമാണ് കോണ്ടർ ലൈൻസ് ക്രോസ് ചെയ്യുക. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് സ്റ്റെപ്സ് ഇൻ എ ഫ്ലൈറ്റ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ. ഒരു ഫ്ലൈറ്റിലെ നമ്പർ ഓഫ് സ്റ്റെപ്സ് ഏറ്റവും മിനിമം എന്ന് പറയുന്നത് 3 നമ്പേഴ്സ് ആണ് ഒരു സ്റ്റെപ്പിൽ ഉണ്ടാവുന്നത്. അതുപോലെ മാക്സിമം എന്ന് പറയുന്നത് 12 നമ്പേഴ്സ് ആണ്. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താ? ദ നമ്പർ ഓഫ് സ്റ്റെപ്സ് ഇൻ എ ഫ്ലൈറ്റ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 3 നമ്പർ. 3 നമ്പറിനേക്കാൾ കുറവാകാൻ പാടില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇൻക്ലൈൻഡ് ബ്രേസസ് യൂസ്ഡ് ഇൻ എ ട്രസ് ടു പ്രിവെൻറ്റ് ദ സാഗിങ് ഓഫ് ദ പ്രിൻസിപ്പൽ റാഫ്റ്റർ. പ്രിൻസിപ്പൽ റാഫ്റ്ററിൻ്റെ സാഗിങ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻക്ലൈൻഡ്, ഒരു ട്രസ്സിൽ ഉപയോഗിക്കുന്ന ഇൻക്ലൈൻഡ് ബ്രേസസിനെ പറയുന്ന പേരെന്താണ്? കിങ് പോസ്റ്റ്, ടൈ ബീം, ക്യൂൻ പോസ്റ്റ്, സ്ട്രട്ട്. സ്ട്രട്ട് എന്നാണ് പറയുന്നത്. സാഗിങ് ഓഫ് ദ പ്രിൻസിപ്പൽ റാഫ്റ്റർ ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻക്ലൈൻഡ് ബ്രേസസിനെ പറയുന്ന പേരാണ് സ്ട്രട്ട് എന്നാണ് പറയുന്നത്. സ്ട്രട്ട് ഈസ് എ കംപ്രഷൻ മെമ്പറാണ്. അതുപോലെ ടൈ എന്ന് പറയുന്നത് ടെൻഷൻ മെമ്പറാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 1 ഹെക്ടർ എന്ന് പറയുന്നത് എത്ര മീറ്റർ സ്ക്വയർ ആണ്? 10,000, 100, 1000, 10. 1 ഹെക്ടർ എന്ന് പറയുന്നത് 10,000 മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ലൈൻസ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് റൺ ഫ്രം. എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് റൺ ചെയ്യുന്നത് എങ്ങനെയാണ്? ഈസ്റ്റ് ടു വെസ്റ്റ്, സൗത്ത് ടു വെസ്റ്റ്, നോർത്ത് ടു സൗത്ത്, വെസ്റ്റ് ടു ഈസ്റ്റ്. എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് റൺ ചെയ്യുന്നത് നോർത്ത് ടു സൗത്തിൽ നിന്നാണ്. നോർത്ത് സൗത്ത് ഡയറക്ഷനാണ് എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് റൺ ചെയ്യുന്നത്. അടുത്ത ദിവസം, സ്മോളസ്റ്റ് ലെങ്ത് ദാറ്റ് ക്യാൻ ബി ഡ്രോൺ ഓൺ എ മാപ്പ്. ഒരു മാപ്പിൽ വരയ്ക്കാവുന്ന സ്മോളസ്റ്റ് ലെങ്ത് എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ആണ്? 1.2 സെൻറ്റിമീറ്റർ, 0.2 സെൻറ്റിമീറ്റർ, 0.6 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ. സ്മോളസ്റ്റ് ലെങ്ത് ഒരു മാപ്പിൽ വരയ്ക്കാൻ കഴിയുന്ന സ്മോളസ്റ്റ് ലെങ്ത് എന്ന് പറയുന്നത് 0.2 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ. അടുത്ത ദിവസം, ദ നമ്പർ ഓഫ് ഹോറിസോണ്ടൽ ക്രോസ് വയേഴ്സ് ഇൻ എ സ്റ്റേഡിയം ഡയഫ്രം. ഒരു സ്റ്റേഡിയം ഡയഫ്രത്തിൽ നമ്പർ ഓഫ് ഹോറിസോണ്ടൽ ക്രോസ് വയേഴ്സ് എത്രയാണ്? 2, 4, 1, 3. 3 ക്രോസ് വയർ ആണ് ഒരു സ്റ്റേഡിയം ഡയഫ്രത്തിൽ ഉള്ളത്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ഓർഡർ ടു ഡിറ്റർമൈൻ ദ നാച്ചുറൽ ഫീച്ചേഴ്സ് സച്ച് ആസ് വാലീസ്, റിവേഴ്സ്, ലേക്സ് എക്സെട്ര, ദ സർവേയിങ് പ്രിഫേർഡ് ഈസ്. നാച്ചുറൽ ഫീച്ചേഴ്സ്, വാലീസ്, റിവേഴ്സ് എന്നതിനെ കുറിച്ചൊക്കെ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന സർവേയിങ് ഏതാണ്? സിറ്റി സർവേ, കാഡസ്ട്രൽ സർവേ, ലൊക്കേഷൻ സർവേ, ടോപ്പോഗ്രാഫി സർവേ. ടോപ്പോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ നാച്ചുറൽ ഫീച്ചേഴ്സ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന സർവേ ആണ് ടോപ്പോഗ്രാഫിക്കൽ സർവേ. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വെൻ 1 സെൻറ്റിമീറ്റർ ഓൺ എ മാപ്പ് റെപ്രസെൻറ്റ്സ് 10 മീറ്റർ ഓൺ ദ ഗ്രൗണ്ട്, ദ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ ഓൺ ദ സ്കെയിൽ. 1 സെൻറ്റിമീറ്റർ 10 മീറ്റർ ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ മാപ്പിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന സ്കെയിൽ ഡിവൈഡ് ബൈ ഒറിജിനലാണ് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. സോ ഇതിൽ മാപ്പിൽ 1 സെൻറ്റിമീറ്റർ ഉണ്ട്, ഒറിജിനൽ എന്ന് പറയുന്നത് 10 മീറ്റർ. ആ 10 മീറ്ററിന് സെൻറ്റിമീറ്ററിലാക്കുമ്പോൾ 1000 സെൻറ്റിമീറ്റർ ആവില്ല. സോ 1 സെൻറ്റിമീറ്റർ ഡിവൈഡ് ബൈ 1000 സെൻറ്റിമീറ്റർ. സോ റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്താ? 1/1000. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, അറ്റ് ദ മാഗ്നറ്റിക് പോൾസ് ദ എമൗണ്ട് ഓഫ് ഡിപ്പ്. മാഗ്നറ്റിക് പോൾസിലുള്ള ഡിപ്പിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് എത്ര? 0, 45, 60 ആൻഡ് 90. മാഗ്നറ്റിക് പോൾസിൽ ഉപയോഗിക്കുന്ന വരുന്ന എമൗണ്ട് ഓഫ് ഡിപ്പ് എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ് പോൾസിൽ. അടുത്ത ക്വസ്റ്റ്യൻ, ആവറേജ് ലെങ്ത് ഓഫ് എ പേസ്. ഒരു പേസിൻ്റെ ആവറേജ് ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 50 സെൻറ്റിമീറ്റർ, 80 സെൻറ്റിമീറ്റർ, 110 സെൻറ്റിമീറ്റർ ആൻഡ് 140 സെൻറ്റിമീറ്റർ. ആവറേജ് ലെങ്ത് ഓഫ് പേസ് എന്ന് പറയുന്നത് 80 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.